സേവർക്കും ഈസ്ലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ 8-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടി കേരളത്തിലെ ഗ്രാമമാണ് ചെറുതന ആലപ്പുഴ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ചെറുതന ആലപ്പുഴ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 2024 വൈദ്യശാസ്ത്ര നൊബേൽ അർഹനായ ശാസ്ത്രജ്ഞനാണ് വിക്ടർ ആംബ്രോസ് ഗാരി റൗക്കിൻ. നമ്മൾ നൊബേൽ പ്രൈസിലെ ക്വസ്റ്റ്യന് ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അതുകൊണ്ട് 2023-24 നോക്കി വെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നാഷണൽ റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ചെറുതന ആലപ്പുഴ. 2024 വൈദ്യശാസ്ത്ര നൊബേൽ അർഹനായ ശാസ്ത്രജ്ഞൻ വിക്ടർ ആംബ്രോസ് ഗ്രാരി റൗക്കിൻ. നാഷണൽ റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് കൊൽക്കത്ത. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏത് വൻകരയിൽ നിന്നാണ്? ഏഷ്യ വൻകരയിൽ നിന്നാണ്. 2018 ജനുവരിയിൽ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. 2018 ജനുവരിയിൽ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരുതാൾ. 2018 ജനുവരിയിൽ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 10. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരുതാൾ. ഇതെല്ലാം റിപ്പീറ്റഡ് ആണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനമെന്നാണ്? 2023 സെപ്റ്റംബർ 20. ഇത് പറയുമ്പോൾ നമ്മൾ ഇതിനൊപ്പം തന്നെ നമുക്ക് 2023 സെപ്റ്റംബർ 28 അന്തരിച്ച MS സ്വാമിനാഥനെയും കൂടെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇത് രണ്ടും കിട്ടും. 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ. 2023 സെപ്റ്റംബർ 28 നമ്മുടെ MS സ്വാമിനാഥൻ അന്തരിച്ചു. ഇതേ വർഷം തന്നെ ഇതേ മാസം 28 ആകുമ്പോൾ ആരാണ്? MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ഓക്കെ. അടുത്തിടെ ചൈനയിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 28 പ്രത്യേകത എന്താണ്? 2023 സെപ്റ്റംബർ 28 നമ്മുടെ MS സ്വാമിനാഥൻ അന്തരിച്ചു. അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് അടുപ്പിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കാം. അടുത്തിടെ ചൈനയിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹമാണ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തിയാണ് DY ചന്ദ്രചൂഡ്. മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണ്? വിനയ് ടോൺസെ. മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണ്? വിനയ് ടോൺസെ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിൻ. 2023 ആണ് ക്ലോഡിയ ഗോൾഡിൻ. 2024 ആകുമ്പോഴോ ഡാരൻ അസമാഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ഡാരൻ അസമാഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. അപ്പോൾ 2023 കിട്ടിയത് ക്ലോഡിയ ഗോൾഡിൻ. 2024 ആകുമ്പോൾ ഡാരൻ അസമാഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. നമുക്ക് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ആരാണ്? വിക്ടർ ആംബ്രോസ്. വൈദ്യശാസ്ത്രത്തിന് കിട്ടിയത് വിക്ടർ ആംബ്രോസ് ഗാരി റൗക്കിൻ. 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഡാരൻ അസമാഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ഓക്കെ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡൻ, ഡാരൻ അസമാഗ്ലു. ക്ലോഡിയ ഗോൾഡിനാണ് 2023. 2024 കിട്ടിയത് ഡാരൻ അസമാഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. അപ്പോൾ 2024
വൈദ്യശാസ്ത്ര നൊബേൽ വിക്ടർ ആംബ്രോസ് ഗ്യാരി റൗക്കിൻ. ആർക്ക് 2024 വൈദ്യശാസ്ത്ര നൊബേൽ കിട്ടിയത്. 2024 സാമ്പത്തിക ശാസ്ത്രമാകുമ്പോൾ ഡാറൻ അസമാഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2024 കിട്ടിയത് NS മാധവൻ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. അപ്പോൾ 2023 സെപ്റ്റംബർ 20 എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതിദിനത്തിൻ്റെ തീമാണ്? 2023 തീമാണ്. ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് 2024 തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വളർച്ചാ പ്രതിരോധം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് 2023 തീമാണ്. 2024 തീം ഏതാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വളർച്ചാ പ്രതിരോധം. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V നാരായണൻ. പുതിയ ആളായി നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V നാരായണൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുത്ത ഏക അമ്പയർ ആരാണ്? ഫൈൻസി ദത്തൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക അമ്പയർ മലയാളിയായിട്ടുള്ള അമ്പയർ ആരാണ്? ഫൈൻസി ദത്തൻ. മലയാളം ഫിലിം ആദ്യമായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത മലയാളം ഫിലിം ഏതാണ്? സൂഫിയും സുജാതയും. ആദ്യമായിട്ട് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത മലയാളം ഫിലിമാണ് സൂഫിയും സുജാതയും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. 2023 സെപ്റ്റംബർ 28 എന്താണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചു. ഇതേ വർഷം തന്നെ, ഇതേ മാസം തന്നെ 20ാം തീയതി ആകുമ്പോൾ എന്ത് വരും? 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ തീമാണ്? 2023. 2024 തീം ഏതാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വളർച്ചാ പ്രതിരോധം. നിലവിലെ ISRO ചെയർമാൻ V നാരായണൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി അമ്പയർ ആരാണ്? ഫൈൻസി ദത്തൻ. മലയാളിയിലെ OTT പ്ലാറ്റ്ഫോമിൽ ആദ്യമായി റിലീസായ മലയാളം ഫിലിമാണ് സൂഫിയും സുജാതയും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? അഡ്വക്കേറ്റ് P സതീദേവി. ഇതെല്ലാം റിപ്പീറ്റാണ്. COVID-19 പ്രതിരോധ വാക്സിനായി ആദ്യമായി ഉൽപ്പാദിപ്പിച്ചതാരാണ്? COVID-19 പ്രതിരോധ വാക്സിൻ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചതാരാണ്? COVID-19 പ്രതിരോധ വാക്സിൻ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് അസ്താന. 2024 സിംഗപ്പൂരായിരുന്നു. അതിലെ വിന്നർ ആരാണ്? D ഗുഗേഷ്. ചന്ദ്രയാൻ 3 റോവർ ഏതിൻ്റെയൊക്കെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3 റോവർ ഏതിൻ്റെയൊക്കെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? അഡ്വക്കേറ്റ് P സതീദേവി. COVID-19 പ്രതിരോധ വാക്സിൻ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. COVID-19 പ്രതിരോധ വാക്സിന് ആദ്യമായി ഉൽപ്പാദിപ്പിച്ച സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ്? അസ്താന. 2024 സിംഗപ്പൂരാണ്. അവിടുത്തെ വിന്നർ ആരായിരുന്നു? D ഗുഗേഷ്. സിംഗപ്പൂരിലാണ് നടന്നത്. D ഗുഗേഷാണ് വിന്നർ. ചന്ദ്രയാൻ 3 റോവർ ഏതിൻ്റെയൊക്കെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും. ഭിന്നശേഷിക്കാരിയായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിൽ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യു ഷറഫ് അലി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലി. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേരുകൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. രംഭ, LP, ശാസ്തെ, ILSA. ഇത് തന്നിട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നോക്കി വെച്ചോളൂ. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേരുകൾ ഏതൊക്കെയാണ്? രംഭ, LP, ശാസ്തെ, ILSA. 2024 നടന്ന ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയായിരുന്നു? പാരീസ്. മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായി സർക്കാർ നടപ്പിലാക്കുന്നതിനായി സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. 2023 പുറത്തിറങ്ങിയ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ്. 2023 പുറത്തിറങ്ങിയ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? എബ്രഹാം വർഗീസ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് 22 രൂപ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. 2023 പുറത്തിറങ്ങിയ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനമാണ് 22 രൂപ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദരിദ്രരിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്ന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. 2023 പുറത്തിറങ്ങിയ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്രയാണ്? 22 രൂപ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദരിദ്രരിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. താങ്ക് യു ഫോർ വാച്ചിങ്.